ഹായ് എവരിബഡി. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് നിത്യ മാം ആണ്, നമ്മുടെ ഗാലന്റ് ഐഎസിന്റെ എക്കണോമിക്സ് ഫാക്കൽറ്റി. നമ്മളിവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻലി ഒരു എക്കണോമിക്സിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിലിംസ് 2026 നമുക്കൊരു 30-40 ഡേയ്സിൽ നമുക്ക് എങ്ങനെ ഒരു എക്കണോമിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഹായ് മാം. ഹലോ സർ. മാം, എക്കണോമിക്സ് ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണ്. എന്തൊരു എക്കണോമിക്സ് മാമിനോട് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാവും. എന്നാലും അതിൽ നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, കറണ്ട് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, ഒരുപാട് ഡൈനാമിക് ആയിട്ടും പല സമയത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. മാമിന്റെ ഒരു ആസ്പെക്ടിൽ ലാസ്റ്റ് 40 ഡേയ്സിൽ ഒരു സ്റ്റുഡന്റ് പ്രിലിംസിന് എക്കണോമിക്സിൽ എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്? എക്കണോമിക്സിൽ ആക്ച്വലി സാർ പറഞ്ഞില്ലേ, അത് കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ടെക്നിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾക്കും ടഫായിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണ്, അതൊരു ഫാക്റ്റ് ആണ്. പക്ഷേ എങ്കിലും നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, ആ ഏരിയാസ് ഫോക്കസ് ചെയ്താണ് കൂടുതൽ ആൾക്കാരും പഠിക്കുന്നത്. എക്കണോമിക്സിന് ഏറ്റവും ആക്ച്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യുക, ആ കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ നോക്കാം. അതായത് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നാഷണൽ ഇൻകത്തിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരാറില്ല. പക്ഷേ ഈ വർഷം നമ്മുടെ GDP-യിൽ ബേസ് ഇയർ ചേഞ്ച് ചെയ്തു, അതുപോലെ ഇൻഫ്ലേഷനിലെ മാറ്റങ്ങൾ വന്നു, CPI-യുടെ കോൺസെപ്റ്റിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അത്തരത്തിലുള്ള സ്റ്റാറ്റിക് പോർഷൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇത്തവണത്തെ എക്സാമിന്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കോർ എക്കണോമിക്സും നമ്മൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോർ എക്കണോമിക്സ് പോർഷൻസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. മാം പറയുന്ന സ്ട്രാറ്റജി ഭയങ്കര റെലവെന്റ് ആണ്. നമ്മളെ കറണ്ട് അഫയറിലെ തീം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിന്റെ സ്റ്റാറ്റിക്കിലേക്ക് ലിങ്ക് ചെയ്യാന്നുള്ളതാണ്. മാം, അപ്പോൾ ഈ ക്യാപിറ്റൽ മാർക്കറ്റ് പോലുള്ള ഏരിയകൾ വൈഡ് ആണ്, നമുക്ക് ആ ഏരിയാസ് അതെങ്ങനെയാണ് നമ്മൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക്, കാരണം കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിലും അതിന്റെ മുമ്പത്തെ വർഷമാണെങ്കിലും ഇത്തിരി വേരിയഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനുണ്ട്, ഇൻവിറ്റ് അതുപോലുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക? ആക്ച്വലി ഈ നമ്മുടെ ഇപ്പം മണി ആൻഡ് ബാങ്കിങ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് എടുത്തു കഴിഞ്ഞാലും കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് പോർഷൻസിൽ നിന്ന് വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തുള്ള സ്റ്റാറ്റിക് പോർഷൻസ്, അതിൻ്റെ അകത്തുള്ള കോർ ഐഡിയാസ് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റൂ. ബട്ട് വെൻ യു കം ടു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, അവിടെ വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. നമുക്ക് ആ ടെർമിനോളജി നമ്മൾ ഭയങ്കര അക്യുസ്റ്റംഡ് ആയിരിക്കണം. നമുക്ക് ആ ടെർമിനോളജി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ആൻസേഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ടെർമിനോളജി അറിയുക എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതലും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം ആ സമയത്ത് എക്സാമിന് വരും. അപ്പൊ നമ്മൾ ആ ഓപ്ഷൻസിൽ നിന്ന് ആൻസറിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു ട്രിക്ക് ആ ടെർമിനോളജിക്കകത്ത് ഉണ്ടാവുന്നുള്ള. ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ടേമിനെ, ആ വാക്കിനെ, ഇപ്പൊ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, അപ്പൊ നമുക്ക് എന്താണെന്ന് അറിയില്ലെങ്കിലും ആ ടേമിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് വി കൻ കം ടു ദ ആൻസർ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നമ്മൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യണം. ഫൈൻ. അതായത് മാം പറയുന്നത് വളരെ ക്ലിയർ ആണ്. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിന് സ്പെസിഫിക് ഏരിയ, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കേസിൽ നമ്മൾ ആ സർഫസ് പിടിക്കുക, സർഫസ് പിടിച്ചിട്ട് അതിനെ നമ്മൾ ഡീകോഡ് ചെയ്തും ഇതും കൂടെ ചെയ്ത് നമ്മൾ ചെയ്യാം. മാം, വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്സോ, നാഷണൽ ഇൻകം, അതുപോലെ മണി ആൻഡ് ബാങ്കിങ്, ആ ഏരിയാസിൽ നമ്മുടെ ഒരു അപ്രോച്ച് എന്തായിരിക്കും? നാഷണൽ ഇൻകത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഈ ടേംസ് തമ്മിൽ GDP എന്താണ്, GNP എന്താണ്, NNP എന്താണ്, ഇതിനകത്ത് മാർക്കറ്റ് പ്രൈസസ് എന്താണ്, ഫാക്ടർ പ്രൈസ് എന്താണ്, ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് കറന്റ് വന്നിരിക്കുന്നത്, ഈ ഒരു കാര്യം നാഷണൽ ഇൻകം അക്കൗണ്ടിങ് കാൽക്കുലേഷൻ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ എക്കണോമിക്സിൽ വരാറില്ലെങ്കിലും കഴിഞ്ഞ തവണ പബ്ലിക് ഫിനാൻസിൽ നിന്ന് വന്നു. പക്ഷെ അതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലാണ്, ഭയങ്കര ഒരു ടഫറാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും വലിയൊരു കാൽക്കുലേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ എങ്കിലും നമ്മൾ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കും. ഡെപ്രിസിയേഷൻ എന്താണ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് എപ്പോഴും ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇൻക്ലൂഡഡ് ആണോ അതോ ഇൻഫ്ലേഷൻ മൈനസ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് എപ്പോഴും തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ തറവായിട്ട് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റൂ. ഇതാണ് നാഷണൽ ഇൻകം ആ ഒരു പോർഷനിൽ വരുന്നത്. പിന്നെ ഇപ്പൊ മണി ആൻഡ് ബാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ ഇപ്പൊ റിപ്പോ റേറ്റ്, അതുപോലെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും കറണ്ട് അഫയേഴ്സിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ചിലപ്പം RBI തന്നെ പുതിയ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പോളിസി സ്റ്റാൻസിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ എക്സാമിന് വളരെ റെലവെന്റ് ആയിരിക്കും. അതിവിടെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ആണ്, ആ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. മാം, എത്രത്തോളം നമ്മൾ PYQ-നെ ഇവിടെ ലിങ്ക് ചെയ്യണം? അതായത് ആദ്യം നമ്മൾ ആ PYQ ചെയ്ത് തുടങ്ങണോ അതോ നമ്മൾ സ്റ്റാറ്റിക്കിന് ശേഷം PYQ? മാമിന്റെ ഒരു അഭിപ്രായത്തിൽ ഏതായിരിക്കും ഒരു കറക്റ്റ് അപ്രോച്ച്? നമ്മൾ സാധാരണഗതിയിൽ സ്റ്റാറ്റിക് പോർഷൻസിനോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് പഠിച്ച് തീർത്തിട്ട് മറ്റൊന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല UPSC-യിൽ. പക്ഷെ ആദ്യമേ നമ്മൾ PYQ ചെയ്യുമ്പോഴുള്ള പ്രശ്നം നമുക്ക് തോന്നും നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല, നമുക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഓരോ പോർഷൻസ്
പഠിച്ച് തീരുന്നതിന് പോലെ തന്നെ ഇപ്പോൾ ഒരു 2-3 ടോപ്പിക്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെയ്തു തുടങ്ങും. അപ്പം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് അറിയായിരിക്കും, കുറേ ക്വസ്റ്റ്യൻസ് അറിയില്ലായിരിക്കും. അറിയാത്ത ക്വസ്റ്റ്യൻസ് സാരമില്ല, അതങ്ങ് ചെയ്ത് വിടുക. പക്ഷേ എങ്കിലും ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷനിലേക്ക് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. സാർ ആദ്യം തുടങ്ങിയത് തന്നെ കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും നമുക്ക് ടഫറായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഈസി മീൻസ് എന്ന് പറയുന്നത്. എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് 18 to 20 ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിൽ നിന്നായിരുന്നു. അപ്പോൾ നമുക്കത് വിടാൻ ഒരു സബ്ജക്റ്റ് അല്ല, വിടാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ചിലപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് ഈ വർഷം കൂടുകയോ കുറയുകയൊക്കെ ചെയ്തെന്നിരിക്കുന്നു, അതിനൊരു അൺസർട്ടനിറ്റി ഉണ്ട്. പക്ഷേ എങ്കിലും ടു ബി ഓൺ സേഫ് സൈഡ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി. അതെ, PYQs ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. PYQs നോക്കിയാൽ നമ്മൾ എങ്ങനെയാ പറയുന്നത്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ നിന്ന് നമ്മുടെ സബ്ജക്ട് ആ ടെർമിനോളജീസ് മാത്രമേ ചോദിക്കത്തുള്ളൂ എന്ന് നമുക്ക് കിട്ടുന്നത് PYQs തന്നെയാണ്. അതെ, അപ്പോൾ PYQs ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എല്ലാ സബ്ജക്റ്റിനും, എക്കണോമിക്സിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഡൈനാമിക് ആയിട്ടുള്ള എക്കണോമിക്സ് ഉള്ള സബ്ജക്റ്റിൽ ഈവൻ മോർ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യൂവേഴ്സ്, നമ്മൾ പ്രിലിംസ് ദുരന്തറിന്റെ അകത്ത് നമ്മൾ നമ്മുടെ ഓൾറെഡി ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ പൊളിറ്റി നമ്മൾ അവസാനിക്കാറായി. നമ്മുടെ അടുത്ത സെക്ഷൻ വന്നത് നമ്മുടെ എക്കണോമിക്സ് ആണ്. മാം തന്നെയാണ് നമ്മുടെ എക്കണോമിക്സിന്റെ ആസ്പെക്ട്സ് ഡീൽ ചെയ്യുന്നത്. മാം, പ്രിലിംസ് ദുരന്തറിന്റെ അകത്ത് മാം എന്താണ് ഒരു എക്സ് ഫാക്ടർ ആയിട്ട് നമുക്ക് ഒരു ആസ്പെക്റ്റിൽ അത് ഡീൽ ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിന്റെ കേസിൽ? നമ്മൾ കവർ ചെയ്യേണ്ട മിക്ക സ്റ്റാറ്റിക് പോർഷൻസും ക്ലാസ്സുകളിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് പോർഷൻ അലോങ് വിത്ത് കറണ്ട് അഫയേഴ്സ്, ഈ ലാസ്റ്റ് 1 ഇയറിനകത്ത് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ദുരന്തർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ തന്നെ ആയിരിക്കും എടുക്കുക. കാര്യം എക്കണോമിക്സിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ച് എക്കണോമിക്സ് മനസ്സിലാവാത്തത് കൊണ്ടാണ് എക്കണോമിക്സ് ടഫറായിട്ട് കൂടുതൽ പേർക്കും തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈസി ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മെത്തേഡായിരിക്കും നമ്മൾ ദുരന്ത സീരീസിൽ എക്സ്പെക്ട് ചെയ്യാം. ഹൗ ഫാർ മാം നമ്മൾ കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് നമ്മൾ ബഡ്ജറ്റും സർവേ ഒക്കെ അതിന്റെ അകത്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് മാമിന്റെ ഒരു അപ്രോച്ച് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ബഡ്ജറ്റിന്റെ ഒരു ക്ലാസ് നമുക്ക് ഉണ്ടായിരുന്നു. കറണ്ട് ഇപ്പൊ എക്കണോമിക് സർവേയുടെ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം കവർ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര കോംപ്രിഹെൻസീവ്, ഇറ്റ്സ് ആക്ച്വലി റിവിഷൻ സീരീസ്. അപ്പോൾ എങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചേഞ്ചസ് അതെന്താണെങ്കിലും ഈ ക്ലാസ്സസിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് വരുന്നത് ആക്ച്വലി പബ്ലിക് ഫിനാൻസിന്റെ ഭാഗമാണ്. പക്ഷെ എങ്കിലും ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ചില ടോപ്പിക് വൈസ് ആയിട്ടുള്ള മാറ്റങ്ങൾ അത് നമ്മുടെ ഈ കറണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റാറ്റിക് പോർഷൻസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. So that was a very comprehensive discussion, very short, a sweet discussion. Any final words from you, Nitya ma'am? അപ്പം എക്കണോമിക്സ് ടഫർ ആണെന്ന് കരുതി ഇത് മാറ്റി വയ്ക്കാതിരിക്കുക. എല്ലാ സബ്ജക്റ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു സബ്ജക്റ്റ് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുന്നത് UPSC സംബന്ധിച്ച് വളരെ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക, സബ്ജക്റ്റിനെ കൂടുതൽ ഈസി ആക്കി തരാനാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? താങ്ക് യു മാം. വ്യൂവേഴ്സ്, നമ്മൾ മാം തന്നെ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്ത് ആ ബേസിക്സ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. ആൻഡ് ആസ് സെഡ്, എക്കണോമിക്സ് ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് മാറ്റാൻ പ്രിലിംസ് ദുരന്തർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യട്ടെ. താങ്ക് യു. Gallant IAS, chasing your passion to ace.